ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗ് എന്ന് പറയാം. കാരണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞാടാ. അച്ചോ അച്ചുകൂട്ടൻ ഞാൻ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് പോകുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്താ പറയണേ, ഇന്നിപ്പം ഒരു കാര്യം പറയട്ടെ ആദ്യമേ തന്നെ. എന്താണെന്നറിയോ, നമ്മുടെ നൈറ്റി ബിസിനസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ഫാഷനാണ്, അതുപോലെ തന്നെ പ്രൈസ് എത്രയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അന്നേരം മെറ്റീരിയൽസൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് പറഞ്ഞു തരുന്നവർക്ക് സ്റ്റിച്ച് ചെയ്ത്, അതായത് ശരീരത്തിൻ്റെ അളവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കാൻ അറിയാവുന്നവർക്ക് അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തുന്നിത്തരാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് അത് കൊണ്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി അതല്ല, അളവ് അറിയില്ലാത്തവർക്ക് XL, XXL അങ്ങനെ ആ രീതിയിലും ചെയ്തു തരാം. ഇപ്പം ചുരിദാർ മോഡലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. താമസിയാതെ തന്നെ മറ്റേ എന്നാ പറയണേ, മിന്നുകെട്ട് അങ്ങനെയുള്ള ഫാഷൻസിലേക്കും പോകാം കേട്ടോ. പിന്നെ നൈറ്റി മാത്രമല്ല, നമ്മൾ ഈ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ചുരിദാർ ടോപ്പ് തുന്നാനും നല്ല ആ ഒരു മോഡലും കൂടെ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോപ്പായിട്ട് തുന്നിത്തരേണ്ടവർക്ക് അങ്ങനെയും തുന്നിത്തരാം കേട്ടോ. പിന്നെ ഫ്രോക്ക് ആയിട്ടോ അങ്ങനെയാണെങ്കിലും തുന്നിത്തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ പ്രൈസും ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതാണ് നൈറ്റീനെക്കുറിച്ച് ഒരുപാട് കമൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് പറയണം, അതുപോലെ തന്നെ മോഡൽസ് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചങ്ങനെ കുറച്ച് മോഡൽ ഞാൻ തുന്നിയിട്ട് ആ മോഡൽ ഞാൻ കാണിച്ചു തരാം വീഡിയോയ്ക്കകത്ത്. അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയണേ, വ്യക്തത കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പെട്ടെന്നൊരു തീരുമാനം ആയതുകൊണ്ട്, മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഐഡിയ ഉണ്ടെങ്കിലും തീരുമാനം പെട്ടെന്നായതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തുന്നി കുറച്ച് ഫാഷൻസൊക്കെ ഒന്ന് കാണിക്കുമ്പം എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ള ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞൊക്കെ, അതായത് ഓർഡർ തന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഉടനെ തന്നെ തുന്നി എടുത്ത് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ചോറ് അടുപ്പയിലിടാം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ദോശമാവ് ഇരിപ്പുണ്ട്. ദോശമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ദോശയായിട്ടല്ല, ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ദോശമാവാണ്, പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കിയാലും കുഴപ്പമില്ലായിരിക്കും, ഇച്ചിരി സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. എന്തായാലും ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ബിനോട്ടൻ രാവിലെ തന്നെ എവിടെയോ പോയേക്കുവാണ്. അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു. ഇഡ്ഡലിക്കാണ് സാമ്പാർ ചേരുക. ദോശയും സാമ്പാറും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. എന്തോരം നമ്മൾ കഴിച്ചിറക്കണം എന്ന് വെച്ചാൽ പോലും എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ ദോശ സാമ്പാർ എന്ന് പറഞ്ഞാൽ. ഇഡ്ഡലി സാമ്പാറാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇഡ്ഡലി ആക്കാമെന്ന് വെച്ചത്. മക്കൾക്കും ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇഷ്ടമാണ്. അവർ പിന്നെ ദോശയാണെങ്കിലും കഴിച്ചോളും എന്നാലും. അപ്പോൾ സാമ്പാറിന് ശരിക്കും പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേ ഒരു കഷ്ണമില്ല. കുറച്ച് കിഴങ്ങും കുറച്ച് വെണ്ടയ്ക്കയും ഒരു തക്കാളിയുണ്ട്. അപ്പോൾ സവോള ഇട്ട് ഉള്ളതും കൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റബിൾ സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ തോരൻ വെക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. തോരൻ വെക്കുന്നത് എന്ത് വെക്കും എന്നുള്ളതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ബിനുവേട്ടന് അത്ര ഇഷ്ടമുള്ള കറിയല്ല. അപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ ബിനുവേട്ടന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കറി നല്ലതാകുമ്പം ഒരു കറി ചീത്തയായാലും കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്ത് പൊക്കോളും. അപ്പോൾ സാമ്പാർ ഇഷ്ടമല്ലാത്തപ്പം അതിനോടും എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു കറി കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതെന്തുണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഞാൻ. പിന്നെ സുജയ്ക്ക് ഹായ് കേട്ടോ. സുജയ്ക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞ ഹായ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. വീഡിയോ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത ഭാഗത്തെങ്ങാനായിരിക്കും ഞാൻ പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞായിരുന്നു ഹായ് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിന് ഒരുക്കണ സമയത്ത് അച്ചുക്കൂട്ടം വന്നിട്ട് ഓരോരോ കുസൃതി ഒപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക തന്നെത്താനെ തിന്നാൻ കൊള്ളും. അത് വേറെ ഒന്നുമല്ല, അച്ചുകൂട്ടിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കണ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാവോ എന്ന് ചോദിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഇന്ന് മെഴുക്കുവരട്ടി വയ്ക്കുന്ന നടക്കില്ല, അപ്പോൾ നാളെ ഉണ്ടാക്കി തരാമെന്ന് അച്ഛനോട് പറഞ്ഞതാണ് കേട്ടോ. അച്ഛന് വെണ്ടയ്ക്ക ഇങ്ങനെ നന്നായിട്ട് മൊരിച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. നേരത്തെയൊക്കെ ഞാൻ വെണ്ടയ്ക്ക ശരിക്കും മെഴുക്കുവരട്ടി വെച്ച് ഞങ്ങൾ മൊരിഞ്ഞു വരികയില്ലായിരുന്നേ. അത് കഴിഞ്ഞ് ഒരു ദിവസം ബിനുവേട്ടനെ ഇങ്ങനെ മൊരിച്ച് കാണിച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവണേ. അപ്പോൾ നന്നായിട്ട് കുറേ നേരം നമ്മൾ അടുപ്പിൽ വെക്കണമെന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അച്ചുകൂട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇഡലി തട്ട് അടുപ്പേ വെച്ചു. ഇഡലി ഒഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമുക്കൊക്കെ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മളിടുന്ന ഡ്രസ്സ് അതെങ്ങനത്തെ വേണമെന്ന് നമ്മളല്ല തീരുമാനിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെങ്ങനെ വേണമെന്ന് നമ്മളല്ല തീരുമാനിക്കുക. അതൊക്കെ നമ്മൾ നാട്ടുകാർക്ക് വിടുമോ എനിക്കറിയില്ല.
എന്നോട് പറഞ്ഞാണ് നൈറ്റി ഇടുമ്പം ഷോൾ ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഷോൾ ഇട്ടുകൊണ്ട് വീഡിയോ ഇടുന്നത് എന്നെക്കൊണ്ട് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഈ ഷോളൊക്കെ ഇട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അടുപ്പിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഷോളിൻ്റെ തുമ്പറ്റമൊക്കെ അടുപ്പിലേക്ക് ചാടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചെയ്യുന്നവർക്ക് അത് എന്നാ പറയണേ, അവർക്കത് പരിചയമായിട്ടായിരിക്കും. എന്തായാലും എനിക്കത് പരിചയമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഷോളിൻ്റെ കേസല്ല, മൊത്തത്തിലൊരു കാര്യം പറയാം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുക. അല്ല എങ്കിൽ നീ ഇന്നത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഇപ്പോൾ ചിക്കൻ കഴിക്കാത്ത ഒരാളുടെ അടുത്തേക്ക് ചിക്കൻ കൊണ്ടുവച്ചിട്ട് ഇത് കഴിക്കുക, ഇത് ഞാനാ പറയണേ, ഞാൻ കഴിക്കുക എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുമോ? കഴിക്കുകയില്ലാത്ത ഒരാളാണെങ്കിൽ കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്താ പറയണേ, ധരിക്കുന്ന വസ്ത്രം, അതുപോലെ തന്നെ ഫുഡ്, കഴിക്കുന്ന ഫുഡ്, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ദയവ് ചെയ്ത് കൈ കടത്താൻ വരാണ്ടിരിക്കുക. അപ്പോൾ ഇത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലും. അത് എന്താ പറയണ, ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു. കമൻറ്റിന് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. അതായത് ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് അത് നാട്ടുകാർക്ക് വിട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് പറയുക കേട്ടോ. തെറ്റാണോ? എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് ധരിക്കണം എന്നുള്ള ഒരു പ്രൈവസി, അത് ഓരോരുത്തരുടെയും അവകാശമാണ്. അതിലൊക്കെ കൈകടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് തോരൻ വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് കപ്പളങ്ങ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കപ്പളങ്ങ പറിക്കാനായിട്ടുള്ള പോക്കാണ്. രാവിലെ പറമ്പിൽ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ സകല ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് കയറി പോകണം കേട്ടോ. അന്നാൾ ആരോ പറഞ്ഞായിരുന്നു പറമ്പിൽ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിൽ നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയണേ, നിവൃത്തികേടും കൊണ്ട് ചെയ്യണതാണ്. പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ. ഇതാ നിൽക്കണു നമ്മുടെ കപ്പളങ്ങ, കാടിന് നടുവിൽ കപ്പളങ്ങ. അപ്പോൾ അത് വേഗം ഒന്ന് പോയി പറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. കപ്പളങ്ങ തോരൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അത്യാവശ്യം അങ്ങ് കോമ്പിനേഷനായി പൊക്കോളും. പിന്നെ സാമ്പാറിൻ്റെ കൂടെ കപ്പളങ്ങ ചേരുമെന്നും മറ്റും ചോദിച്ചേക്കരുത്. പിന്നെ വിനോദത്തിന് ഇഷ്ടം കപ്പളങ്ങ തോരനൊക്കെ ഇഷ്ടമാണ്. ഇവിടെ അച്ചുക്കുണ്ണാണെങ്കിലും കപ്പളങ്ങ പച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും തിന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോലൊക്കെ ആയിട്ടാണ് കയറി ചെന്നത്. പക്ഷെ നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് പറിച്ചു. എന്നിട്ട് നമ്മൾ പോരുന്നതാണ്. കണ്ടില്ല, എൻ്റെ തലയ്ക്ക് മുകളിലാണ് ചേമ്പല നിൽക്കുന്നത്, നമ്മളെ കാണാനും കൂടെ മേല. അങ്ങനെ ഞാനങ്ങനെ കപ്പളങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു മക്കളെ. അത് കഴിഞ്ഞിട്ട് കപ്പളങ്ങ കൊണ്ടുവന്ന് കഴുകിയിട്ട് കട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. ഒറ്റ ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ കൈ പിടിച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു റിസ്ക് ആയിരുന്നു. പിന്നെ ഒരു വിധത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് ഒരു വിധത്തിൽ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ കപ്പളങ്ങ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി കുത്തിയിട്ടു, രണ്ടാമത്തെ ട്രിപ്പ് വെച്ചേക്കണു. സാമ്പാർ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങണു. അപ്പോൾ അടുപ്പിൽ തീ കെട്ടുപോയി. അപ്പോൾ തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയും പണികൾ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അച്ചുക്കൂട്ടനും ധ്യാനൂട്ടനും ഇഡ്ഡലി എടുത്തതാണ് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ അത് നമ്മുടെ മക്കൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ചുക്കൂട്ടൻ അവിടെ എന്തോ കുസൃതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ പോകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്